ഞാനാർക്കും വോട്ട് ചെയ്യാറില്ല. വോട്ട് ചെയ്യാറില്ല. ഇല്ല. പല മന്ത്രിമാരും ഞങ്ങളുടെ അയ്യപ്പനെ വളരെയധികം ഇൻസൾട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് പോയിരുന്നത്. 10 വർഷമായാലും LDF ഭരണം. അപ്പോൾ അതിൽ സംതൃപ്തനാണോ? 10 വർഷമാകാൻ പോകുന്നു. സംതൃപ്തനാണ്. അല്ലല്ല, 75% ഇൻട്രസ്റ്റഡ് അല്ല. വേറെന്താ അഭിപ്രായം പറയാൻ? ഇപ്പം എന്താ പറഞ്ഞോ, ആലോചിച്ച് വേണ്ട വേണ്ട ഇല്ലേ, പറഞ്ഞോ. വേണ്ട വേണ്ട ഇനി എന്തായാലും പറഞ്ഞു, കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. ഒരിക്കലും അല്ല. അപ്പോൾ ഈ ഭരണത്തിൽ സംതൃപ്തനാണോ? ഇവിടെ ജീവിക്കുന്നൊരു പൗരനല്ലേ? സംതൃപ്തനാണോ? ഞാനാർക്കും വോട്ട് ചെയ്യാറില്ല. വോട്ട് ചെയ്യാറില്ല. ഇല്ല. LDF തന്നെ ഭരിക്കണം എൻ്റെ ഒരു ഇത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? പണ്ട് മുതൽ എൻ്റെ വീട്ടുകാർ എല്ലാവരും LDF ആണ്. നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവർ പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടുന്ന കാര്യവും അങ്ങനത്തെ കാര്യത്തിനൊക്കെ യോജിപ്പുണ്ട്. സ്ഥലമുള്ളവർക്ക് 6 ലക്ഷം രൂപ വീട് പണിയാൻ കൊടുക്കാന്ന് പറയുന്നു. വീട് വെച്ച് കൊടുക്കണം. വീട് സ്ഥലമില്ലാത്തവരെന്താ ഒരു കാണാത്ത? LDF ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുന്നു, അല്ലാത്തവരെ പറ്റുമെങ്കിൽ ഉപദ്രവിക്കും. ഇത്രയും പ്രകൃതിക്ഷോഭങ്ങളെ എല്ലാം അതിജീവിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുപോലെ റോഡ് വികസനമൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഡെവലപ്മെൻറ്റൽ സൈഡാണെങ്കിൽ നോക്കുകയാണെങ്കിൽ റോഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സംതൃപ്തനാണ്. ഡെവലപ്മെൻറ്റ് ചെയ്തു എന്ന് ഒത്തിരി പറയുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഏത് സർക്കാരാണെങ്കിലും ചെയ്യും. അതൊരു ക്രെഡിറ്റായിട്ട് പറയാനൊന്നുമില്ല. പ്രതിപക്ഷം ശക്തമല്ല. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറേ വീഴ്ചകളുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷം സ്ട്രോങ് ആയാലേ ഭരിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. വർഗീയ വിദ്വേഷം കുത്തിപ്പൊക്കിയതാണ് കൂടുതൽ തോന്നുന്നു. കാരണം വെള്ളപ്പള്ളി നടേശനും അവരെ മേലെ കൂട്ടിയിട്ട് മുസ്ലിം സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. എതിർപ്പ് LDFൻ്റെ വോട്ടൊക്കെ അങ്ങനെ മറിഞ്ഞു പോയിട്ടുണ്ട് കുറേ സമുദായത്തിൻ്റെ. ഈ 10 വർഷമായിട്ട് അവർ വളരെയധികം ഹിന്ദുക്കളെ ദ്രോഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങളുടെ അയ്യപ്പനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അത് ഒരാളല്ല, പല മന്ത്രിമാരും ഞങ്ങളുടെ അയ്യപ്പനെ വളരെയധികം ഇൻസൾട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് പോയിരുന്നത്. മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെങ്കിലും അതിനൊരു അന്തർധാരയുണ്ട് അവർക്ക്. അത് മനുഷ്യരെ കുറേയൊക്കെ ബാധിക്കുന്നുണ്ട്. ഒരു തുടർ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വീണ്ടും? അത് നല്ലതല്ലല്ലോ. ചേഞ്ച് വരുന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു.